മരണത്തെ ഓർത്തുകൊണ്ടോ, യജമാനനായ റബ്ബിന്റെ കോടതിയെ ഓർത്തുകൊണ്ടോ, ഖാലിഖായ റബ്ബിന്റെ മഹ്ശറെ ഓർത്തുകൊണ്ടോ, അവിടുത്തെ ഹിസാബിനെ ഓർത്തുകൊണ്ടോ, അവിടെയുള്ള സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ടോ, ആ മഹ്ശറയിൽ ഒരു ചാൺ മുകളിൽ നിൽക്കുന്ന സൂര്യന്, അതല്ലെങ്കിൽ ഒരു മൈൽ മുകളിൽ നിൽക്കുന്ന സൂര്യന്, ആ സൂര്യന്റെ ചൂടോർത്തുകൊണ്ടോ ഒരിറ്റ് കണ്ണുനീരുതാ മുറ്റിച്ചിട്ടുണ്ടോ? ഖാലിഖായ റബ്ബ് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയില്ലേ? പിടിക്കാൻ ആരോഗ്യമുള്ള കയ്യ് തന്നോ, നടക്കാൻ ആരോഗ്യമുള്ള കാല് തന്നോ, കാണാൻ കാഴ്ചയുള്ള കണ്ണ് തന്നോ, കേൾക്കാൻ കേൾവിയുള്ള കാത് തന്നോ, സംസാരിക്കാൻ നാവ് തന്നോ, മാത്രമല്ല ചിന്തിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർക്കാനുള്ള ബുദ്ധിശക്തിയും നൽകിയിട്ട് ഖാലിഖായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത് മരണമെന്ന് പറയുന്ന ഭയാനകരമായ അവസ്ഥയെ ചിന്തിച്ചുകൊണ്ട് ഒരിറ്റ് കണ്ണുനീരുറ്റിച്ച ആരെങ്കിലുമുണ്ടോ? നമ്മുടെ ജീവിതം കണ്ടാൽ നാം ഒന്നും ഇവിടെ നിന്ന് മടങ്ങിപ്പോവൂല. ഈ ദുനിയാവിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പോകാതെ ഈ ദുനിയാവിൽ ശാശ്വതന്മാരായി കഴിയുന്നവരാണെന്നാണ് ധാരണ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ എല്ലാ സദസ്സിലും പറയുന്നത് പോലെ ഇവിടെയും ഞാൻ പറയുകയാണ്, സഹോദരിമാരുടെ ജീവിതം വളരെ മോശമായ രൂപത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്താണ് കാരണമെന്നറിയുമോ? അവരുടെ വസ്ത്രധാരണയാണ് വളരെ മോശമായ രൂപത്തിലാണ്. ഇവിടെയാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, നിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ മഇലാത്തുൻ മുമീലാത്ത് ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റിഹഹാ. ഓ എന്റെ ഉമ്മമാരെ, അള്ളാന്റെ ഹബീബ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്, അതേ ഒരു വിഭാഗം സ്ത്രീകൾ വരാനുണ്ട്. അവരുടെ വസ്ത്രം, ഒരുപാട് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ വസ്ത്രം ധരിക്കാത്തത് പോലെയാണ്. അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക. ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടുള്ള നടത്തങ്ങളാണ്. ആണുങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ വരുന്നുണ്ടേ. ആ സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല എന്നല്ല, വലാ യജിദിന റിഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ജീവിതം ചിട്ടപ്പെടുത്തിക്കോ. നിങ്ങളുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചോ. അന്യന്റെ കുറ്റം പറയല്ല, അന്യനെ കുറിച്ച് മോശപ്പെടുത്തല്ല. ഒരാളെയും മോശപ്പെടുത്താൻ നാം എല്ലാം കൊണ്ടും തികഞ്ഞവരല്ല. അതുകൊണ്ട് ജീവിതം അസ്തമിക്കാനുള്ളതാണ്. ആ മരണസമയം വരാനുള്ളതാണ്. മരണസമയം വരുമ്പോൾ ഖൈറായ മൗത്ത് ലഭിക്കാൻ വേണ്ടിയാണ് നാം ഇതുപോലത്തെ മജ്ലിസുകളിൽ വന്നത്, ഇതുപോലത്തെ ആത്മീയമായ വേദികളിൽ സംഗമിക്കുന്നത്. ഖാലിഖായ റബ്ബിനോട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഖേദിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു മഗ്ഫിറത്ത് നമുക്ക് നൽകിയാൽ, പിന്നീട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും കൂടി ചെയ്താൽ, പിന്നെ അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങുമ്പോൾ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർക്ക കാണാൻ കഴിയുന്നതാണ്. ചിട്ടമുള്ള ജീവിതമായാൽ അവസാനം ഹബീബായ തങ്ങള് നമ്മുടെ അടുക്കലേക്ക് വരുന്നതാണ്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ശൈത്താൻ പല രൂപത്തിലും വന്നുകൊണ്ട് നമ്മുടെ ഈമാൻ പഴപ്പിക്കാൻ നോക്കും. ആ സമയത്ത് നമ്മുടെ നേതാവ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ആ തങ്ങൾ നമ്മെ ശഫാഅത്ത് ചെയ്താൽ പിന്നെ ഒരു ശൈത്താനും വിഷയമല്ല, ഒരു ഫിത്നക്കാരും വിഷയമല്ലല്ലോ. അത്